ഹലോ. ഞാൻ വരെ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഹലോ പറയാം. ആദ്യം ഞാൻ ഹലോ. ഓക്കെ, ഹലോ പറ. ഹലോ. ഓ, അപ്പൊ ഗൈസ് ഞാൻ വീണ്ടും നമ്മുടെ അറേബ്യൻ ട്രീറ്റിക്ക് വന്നേക്കാണ് അല്ലേ. ഞാൻ ഇവിടെ അറേബ്യൻ ട്രീറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ബിഗ് ബോസിൽ പോയേട്ടാ. ഇവിടെ എന്നെ ഫുൾ കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഇക്കായാലും അതെ, ഇമ്രാൻബായാലും അതെ. ഇമ്രാൻബായ് പേര് പറഞ്ഞു ഞാൻ ഇമ്രാൻ അലി. ഇമ്രാൻ അലി. അപ്പൊ നമ്മള് അറേബ്യൻ ട്രീറ്റ് വന്നേക്കാണ്. എന്തിനാ വന്നേ? മന്തി മാസ്റ്റർ. ഇമ്രാൻബായ് ഒരു മിനിറ്റ് അല്ല, നിങ്ങൾ ഞാൻ പറയട്ടെ. ഇമ്രാൻബായ് എന്തുണ്ടാക്കണമെന്നറിയോ? മന്തി അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇമ്രാൻബായുടെ മന്തി. ഇമ്രാൻബായ് സിസ്റ്ററിന്റെ മാരേജ് ആയിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്ക വീണ്ടും വിളിച്ചു വരുത്തിയതാണ് കേട്ടോ ഇമ്രാൻബായിനെ. മന്തി കസ്റ്റമേഴ്സ് നമ്മൾ പറഞ്ഞു ഇമ്രാൻബായുടെ മന്തി എവിടെയെന്ന് ചോദിച്ചു അല്ലേ. അതെ, ഓക്കെ. ഇത് പേടിച്ച് നിൽക്കണേട്ടോ, പാവം കൈ വിറക്കിണ്ട. അപ്പൊ നമ്മൾ ഇന്ന് ഷവർമ കഴിക്കാനാണ്. ഇമ്രാൻബായി ഞാൻ ഷവർമ. അപ്പൊ നമ്മൾ ഷവർമ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ചലഞ്ചിൽ ഞാനും ഉണ്ട്, പിന്നെ ആരുണ്ട്? ഇമ്രാൻബായി ഉണ്ട്, പിന്നെ നമ്മുടെ ഷാമു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പൊ നമ്മൾ 3 പേരും കൂടിയിട്ടാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചലഞ്ച് ചെയ്തിട്ട് കാണാം. എനിക്ക് എങ്ങനെ കഴിക്കാൻ വേണ്ടി ഒന്നും അറിയില്ല. ഞാൻ മാക്സിമം കഴിക്കില്ല. ഇമ്രാൻബായി കഴിക്കില്ലേ? ഷവർമ കഴിക്കോ? അച്ഛാ ഷവർമ സൂപ്പർ ആയിരുന്നു. അപ്പൊ നമുക്ക് അറേബ്യൻ ട്രീറ്റ് പോവാം. പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് നമ്മുടെ അറേബ്യൻ ട്രീറ്റ് സെറ്റ് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് ചെടികളും. ഞാൻ ബിഗ് ബോസിന് മുമ്പ് ഇത്രയും ചെടികൾ ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ വെച്ചിട്ട്. ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയിട്ട്, AC ഇല്ലല്ലോ, പുറത്തല്ലോ, നമ്മൾ കാറ്റൊക്കെ ആയിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഫീൽ. വായിൽ വെള്ളം വരുന്നു, മന്തിയുടെ മണം വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഓക്കെ, കപ്പൽ വന്നു വായിൽ. ആ ഫുഡ് കഴിക്കുമ്പോൾ ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ് ഫീൽ കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫുള്ള് സെറ്റപ്പ്. നമുക്ക് ഇവിടെ കാർ പാർക്കിങ്ങും അതെ, നമുക്ക് സ്കൂട്ടി പാർക്ക് ചെയ്യാനും അതെ, ഫുൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നിനും വണ്ടി പാർക്കിങ്ങിൽ ഒരു ബുദ്ധിമുട്ട് വരാറില്ല ഇവിടെ. ഇപ്പം നമ്മൾ ഉള്ളിലേക്കും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് എടുക്കില്ലേ ഇമ്രാൻബായ്? ഉള്ളിലേക്ക് സെറ്റ് ചെയ്യണില്ലേ? നമ്മൾ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പൂർവ്വ ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും ഉള്ളിലേക്കൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എത്ര പേർക്ക് ഇന്ന് കഴിക്കാം ഫുഡ് ശരിക്കും? അത് 12 ഇമ്രാൻബായുടെ മലയാളത്തിൽ ചോദിക്കണം, അത് ഹിന്ദി ചോദിക്കണം. ഹിന്ദി ആണെങ്കിൽ ഞാൻ വലിയ ബെസ്റ്റ് നന്നായിട്ട് അറിയണോണ്ട് ഇവനെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇമ്രാൻബായ് നാട്ടിൽ പോയതിനു ശേഷം മലയാളം മറന്നു തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ 12 മണിക്ക് തൊട്ടിട്ട് നൈറ്റ് 12 മണി വരാണ് ഇതിൻ്റെ ടൈം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷവർമ ചലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കില്ല നല്ലത്. എൻ്റെ വായിലും സ്മെല്ല് വരാനാണെങ്കിൽ നല്ല വിശപ്പുന്നുണ്ട്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഈ ചലഞ്ചുള്ള കാരണം. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇനി വരാണ്ട് ഷാമുചാനും കൂടി വരാണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ ബാ. അപ്പൊ ഗൈസ് നമ്മുടെ ഷവർമ ചലഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് 7 ഷവർമയാണ്, ഒരാൾക്ക് 2 വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കൂടുതൽ ഒരാൾ കഴിക്കണം എന്ന് വെച്ചാൽ ദേവരണം കൂടി ഇരിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കാൻ പോകുന്ന ഒരാൾ ഫസ്റ്റ് ആൾ പറയൂ. അല്ലല്ല, എന്റെ പേര് ജയദീപ്. അടുത്തത് പറട്ടെ. ഓക്കെ, എന്റെ പേര് ജയദീപ്. അടുത്ത ആള് ഇമ്രാൻ അലിയുടെ ഞാൻ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ സ്വന്തം അറേബ്യൻ ട്രീറ്റിക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണിയും മന്തിയൊക്കെ കഴിച്ചിട്ടില്ലേ? നിങ്ങൾ ശബ്ദമില്ല, അല്ലെങ്കിൽ 100 ആവട്ടെ. ഇപ്പം മിണ്ടറഞ്ഞില്ലേ? മൈക്ക് വെച്ച് തിരിച്ചു വെച്ചോളൂ. അയ്യോ, ഇത് ഇങ്ങനെ വെക്കിപ്പുറത്തേക്ക് നമ്മള് ഇതാ ഷവർമ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അഭിചര വെച്ചോ ടൈമർ? പെപ്സിക്ക് ഒഴിച്ചു വെക്കാം അല്ലേ? എല്ലാവർക്കും പെപ്സി. നമ്മൾ 3 പെപ്സി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പെപ്സി ഉണ്ടേ. പെപ്സി കുടിച്ചോ? നമ്മൾ 10 മിനിറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ 7 മിനിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഷവർമ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനുള്ള നേരം ഒന്നും ഉണ്ടാവില്ല. 7 മിനിറ്റിൽ ആരാണോ കൂടുതൽ ഷവർമ ഇതും കൂടി കഴിച്ചു തീർക്കണേ അവർക്ക് 500 രൂപ. ആര് കൊടുക്കും? ഞാൻ കൊടുക്കില്ല. അറേബ്യൻ ട്രീറ്റിൽ നമ്മുടെ സ്വന്തം റഫീഖ് ഇക്ക കൊടുക്കും. ഓക്കെ, ഇക്ക കേക്കട്ടെ ഒറ്റ അടിയുടെ തലേ നോക്കിയിട്ട് ഇക്ക ബാധിക്കുന്നില്ലെന്ന്. അപ്പൊ നമ്മൾ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. 7 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യണോ? എനിക്ക് ടെൻഷനൊക്കെ, ഞാൻ വേർക്കണു ദൈവമേ. ഇവിടെ ഫാനൊന്നുമില്ലേ? ഓക്കെ, അപ്പൊ നമ്മളിതാ ടൈമറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചിട്ട് കിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ആംബുലൻസ് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ.
എന്ത് കഥ? ഇയാള് നല്ല ടേസ്റ്റ്. ഫോക്കസ് കരോ നല്ല ടേസ്റ്റ്. തല്ലിക്കൊല്ലും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നന്ദനെ വിട്ടോ? പറ്റില്ല. ആരും എഴുതുന്നത് ഡൈറ്റൊക്കെ പെട്ടി. മതി, ജയിച്ചു. ജിമ്മ് കളിച്ച് വന്നു. ഗൈസ് അലറടിച്ചു. ജയിച്ചു പ്രഖ്യാപിച്ചു. പിന്നെ ജയിച്ച മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തോറ്റു. ഇതൊരെണ്ണം പോലും അവസാനിപ്പിച്ചില്ല. ഞാൻ 2.5 അവസാനിപ്പിച്ചത്. 3 3 2.5 1 1 ആ 1 പയ്യട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ ബുക്ക് ചെയ്തോട്ടെ. എവിടേക്ക് ജില്ലയിലേക്ക് കോപ്പറേറ്റിക്ക സരോജയ്ക്ക അമലോ പറ. ഇവിടെ പറയാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. പറയൂ. കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞില്ലേ? പരിപാടി കഴിഞ്ഞില്ലേന്ന്. ഇങ്ങനെ ഒരു കീറത്തുണി ഓലെടുത്തോളൂ. ഇനി എന്നെ നേരിട്ട് കൊണ്ടുവയ്ക്കാന്ന്. എന്റെ ഡേറ്റ് എല്ലാം പൊട്ടിയിട്ട് കുഴപ്പമില്ല. ജയിച്ചില്ലേ? അത് മതി. ജയിച്ചില്ല അത് മതി. ഇക്കാനെ വിളിക്കേ. ഇക്കവിടെ പൈസ ഇക്കാനെ 500 രൂപ തരാനായിട്ട് ഇപ്പൊ വരും ടിക്കോ. ഗൈസ് സത്യത്തിൽ ഇയാൾ ജയിച്ചു എന്ന് പറയാൻ പറഞ്ഞു. 500 രൂപ ഇക്കട പോയിന്ന്. സത്യത്തിൽ ഞാൻ 8 കഴിച്ചു. ഞാൻ ആപ്പിച്ചിട്ട് ഞാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടുണ്ടായിരുന്നില്ലേ കൂടെ. പറഞ്ഞു കൊടുക്ക്. അതെ ടൈറ്റ് ആയിരുന്നു. ലാസ്റ്റ് നിമിഷത്തിലേക്ക് പോയി. എനിക്ക് വോമിറ്റിങ് വന്നു. ഇയാൾ ഒരെണ്ണം വെച്ചിട്ട് എഴയായിരുന്നു ഇവിടെ. എന്തിനാ കാണിക്കണ്ടായിരുന്നേ? ഇയാളുണ്ടാക്കി ഷവർമയായിട്ടാ തോന്നുന്നുണ്ട്. നമുക്ക് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നു. എന്തായിരുന്നു അതില്? കുഴപ്പമില്ല. ആർക്കും എനിക്ക് ആംബുലൻസ് വിളിക്കാൻ പറയും. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോവാം. വിജയ് കൈയടി. 3 അങ്ങനെ 3 കഴിച്ച് നമ്മുടെ ശ്യാമു ചേട്ടൻ വിജയായിരിക്കുന്നു. സാലഡ് കഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പാത്രം ഇങ്ങനെ അടിയിൽ കണ്ടാലോ? അടിയിൽ ഇവിടെ ഒന്ന് കാണിക്കൂ. ചെറിയ കുട്ടികൾ ഇതാക്കില്ലേ, അതുപോലെ ഇവിടെ കഴിച്ചിട്ടാണ് കഴിച്ചത്. അപ്പൊ സെക്കൻഡ് ആരാ? പറ. ഞാൻ നന്ദന. തേട് ഹലോ. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. ഞാൻ ഇവിടെ വോമിറ്റ് ആശുപത്രിയിൽ പോയി കിടക്കണായിട്ട് ഞാൻ ഫുഡാണ് വേസ്റ്റ് ചെയ്യാത്തൊരു കുട്ടിയാണ്. പക്ഷെ ഞാൻ ജയിക്കണം എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കഴിക്കാൻ. പകുതി കൂടി കഴിക്കാന്ന്. എന്തേ ഞാൻ എനിക്ക് തന്ന 3 ഞാൻ ഭംഗിയായിട്ട് കഴിച്ചു. സമയത്ത് സലാഡ് കഴിച്ചിട്ടില്ല കേട്ടോ. സലാഡ് കഴിച്ചിട്ടില്ല. സലാഡ് കൂടി ഉണ്ടായിരുന്നുള്ള സാധനം റെഡി ആവുള്ളൂ. നമ്മുടെ ഈ ചലഞ്ച് എന്നൊക്കെ കഴിഞ്ഞേക്കാണ്. ഹലോ ഇപ്പോഴും എന്റെ സാധനം പോയി തുറന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ശ്യാമു ചേട്ടൻ ജയിച്ചു. ഇങ്ങനെയൊക്കെ ജയിച്ചു. അപ്പൊ എന്തിനാ പറയാൻ വന്ന ഞാൻ? പറ, നിങ്ങൾ പറ. ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. വയ്യണ്ട എനിക്ക് അറേബ്യൻ ഡ്രീമിന്റെ ലൊക്കേഷൻ. അപ്പൊ ഗൈസ് ഇവരെ തലക്കെതിരെ കൂട്ടിയിടിപ്പിക്കണു. അറേബ്യൻ ഡ്രീമിന്റെ ലൊക്കേഷൻ എവിടെ വരണം വെച്ചാൽ നമ്മുടെ പൂങ്കുന്നത്ത് അക്ഷയ ഹോട്ടലുണ്ട്. അക്ഷയ ഹോട്ടലിൽ തൊട്ടപ്പുറത്ത് അറേബ്യൻ ഡ്രീറ്റ് എന്നുള്ള വലിയൊരു ബോർഡ് കാണാം.
അവിടെ കുറെ ലൈറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പോവാന്നിട്ട് നമ്മളെ വിളിച്ച് കയറ്റും. നമ്മൾ കഴിക്കാൻ കയറുക. നല്ല അടിപൊളി മന്തിയും ബിരിയാണിയും ഇതുപോലെ നല്ല ഷവർമയൊക്കെ കഴിച്ച് നമുക്ക് പോവാം. അപ്പോൾ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് വീഡിയോയുടെ അടിയിൽ കൊടുക്കാം കേട്ടോ. ഓ അപ്പോൾ ഷവർമ കഴിച്ചതിൻ്റെ മത്തിലാണ് കഴിച്ചത്. ഞാൻ അപ്പോൾ തന്നെ വീണാനെ. കുഴപ്പമൊന്നുമില്ല. ജയിച്ചത് ഞാനായാലും തോറ്റാൾക്ക് പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. ഞാൻ അപ്പോൾ ഗൈസ് ജയിച്ചത് ഫുൾ നെയിം പറഞ്ഞു കൊടുക്കും. ജയദേവ് ശ്യാം. എന്നിട്ട് ജഗദീഷ ജയദേവ് ശ്യാം. ഓക്കെ ജയദേവ് ശ്യാം. ഓക്കെ അപ്പോൾ ജയിച്ചു. അപ്പോൾ നമ്മുടെ അറേബ്യൻ ട്രീറ്റിലെ ഇക്ക റഫീഖ് ഇക്ക ആൾക്ക് കുറച്ച് ക്യാമറ ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് നാണം, അതുകൊണ്ട് വന്നില്ല. നാണമൊന്നല്ല കേട്ടോ, ആള് കുറച്ച് എന്താ പറയാ ഇൻട്രോവേർട്ടാണ്. അതെ. അപ്പൊ നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കാണ്. സങ്കടം ഉണ്ടെന്ന്. ആ സങ്കടം ഉണ്ടെന്ന്. എന്തിനാ സങ്കടം? ഞാൻ മലയാളം പറഞ്ഞ സങ്കടം മനസ്സിലായില്ലോ. പൈസ കൊടുക്കാം. അതെ ചടങ്ങ്. വാ കൊടുക്ക്. വാ പിടിക്ക്. തോറ്റ ആൾക്കാര്. ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചു. നിങ്ങൾ തോറ്റ ആൾക്കാര് കൊടുക്ക്. എല്ലാം നന്നായി വരട്ടേന്ന്. ആ എനിക്ക് കാര്യം മുഴുവൻ കള്ളനോട്ടൊന്നുമല്ലല്ലോ അല്ലേ? കള്ളനോട്ടൊന്നുമല്ലല്ലോ. ഇവിടുത്തെ അറേബ്യൻ ട്രീറ്റ് നന്ദി പറയൂ. പറ. പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വരാൻ കുറച്ച് ലാസ്റ്റ് ആയി. പോക്കറ്റിൽ നിന്ന്. അതെ പിന്നെ അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചലഞ്ച് എന്താ? അല്ല എന്തായാലും ഇന്ന് എന്റെ ശവാവും. അത് ചലഞ്ച് അതിന് പിടിച്ചോണ്ടോണ ചലഞ്ച്. വൊമിറ്റ് ചെയ്ത് കൊള്ളാക്കിണ്ട്. ഷാംസിനെ വൊമിറ്റ് ചെയ്തോ? ഇല്ലല്ല, ഞാൻ വൊമിറ്റ് ചെയ്ത് കൊള്ളാക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ചിലര് കൗണ്ടർ അടിക്കണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. ചില ആൾക്കാരെ മുഖം ഞാൻ കാണിക്കുന്നില്ല. അത് മുഖം കാണിക്കുന്ന വേഗം പോണു. അപ്പൊ നമ്മുടെ അടിപൊളി മന്തി കഴിക്കാനും ഷവർമ കഴിക്കാനും ഏട്ടയെ കൂടെ ബിരിയാണി കഴിക്കാനും നമ്മുടെ അറേബ്യൻ ട്രീറ്റിനെ ബന്ധപ്പെടുക. അതെ വരിക. സ്വാഗതം അറേബ്യൻ ട്രീറ്റിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ പറ. എന്നിട്ട് ഷെയർ എന്ന് പറ മനുഷ്യ. സബ്സ്ക്രൈബ്. ബൈ.